Hello fighters! Welcome to day 2 of my 30 days of self-love before I turn 30. അങ്ങനെ ഞാനും അമ്മയും ഇന്ന് പുറത്ത് ഷോപ്പിങ്ങിന് പോയി. അമ്മ പണ്ട് സെൽഫ് ലവിൻ്റെ ഭാഗമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ തന്നെ ഷോപ്പിങ്ങിന് പോകുന്നത്. അന്നൊക്കെ ഞാനത് കണ്ട് വണ്ടർ അടിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇന്ന് ഞങ്ങൾ പോയത് അമ്മയ്ക്ക് ഒരു സ്മാർട്ട് വാച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നല്ലോ. ഇന്നത്തെ സെൽഫ് ലവ് ആക്ടിവിറ്റി എന്താണെന്ന് പറഞ്ഞുതരാം. ഞാൻ എൻ്റെ 10 കോർ വാല്യൂസ് കണ്ടുപിടിച്ചു. അതിന് ഞാൻ ChatGPTയുടെ സഹായം ചോദിച്ചു. പുള്ളിക്കാരൻ എനിക്കൊരു 10 കാറ്റഗറിയിലുള്ള കുറച്ച് വാല്യൂസ് തന്നു. അതിനകത്ത് 10 എണ്ണം ഞാൻ ചൂസ് ചെയ്തു. അപ്പോൾ ഒരു കാറ്റഗറിയിൽ ഒന്നിൽ കൂടുതലുണ്ട്. അതിലേതാണോ എനിക്ക് ഇമ്പോർട്ടൻറ്റ് അത് ഞാൻ നോക്കി കണ്ടുപിടിച്ച് ബുക്കിനകത്ത് എഴുതി വെച്ചു. എന്നിട്ട് അതിനകത്ത് നിന്ന് തന്നെ ഈ 10 വാല്യൂസിനകത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 എണ്ണം ഞാൻ കണ്ടുപിടിച്ചു. ആ 5 എണ്ണത്തിനകത്ത് നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണം ഞാൻ കണ്ടുപിടിച്ചു. ആ ഒരെണ്ണം, ആ ഒരു വാല്യൂ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡാണ്, നന്ദി. നമ്മളെല്ലാവരോടും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങളോട്, എയർ, വാട്ടർ, എവറിത്തിങ്, എല്ലാത്തിനോടും ഭയങ്കര നന്ദിയുള്ളവരായിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എൻ്റെ അമ്മയുടെ അടുത്താണ്. സോ അതുകൊണ്ട് ഞാൻ ആ വാല്യൂ ഇന്ന് ആക്ഷനിൽ കൊണ്ടുവന്നു. അങ്ങനെ ആക്ഷനിൽ കൊണ്ടുവന്നതാണ് അമ്മയ്ക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ലവ് ലെറ്റർ എഴുതി. അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനൊരു ലെറ്റർ എഴുതി വന്നപ്പോൾ അവസാനമായപ്പോഴത്തേക്ക് ഞാൻ ഇമോഷണലായി. സെൽഫ് ലവ് എന്താണ് എന്നും ഒരു വുമൺ എങ്ങനെയായിരിക്കണം എന്നും എന്നെ പഠിപ്പിച്ചത് അമ്മയാണ്. അമ്മയെപ്പോലെ ആകാൻ എനിക്ക് ഒരിക്കലും പറ്റില്ലെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അവസാനം അത് അമ്മയ്ക്ക് ഞാൻ കൈമാറിയപ്പോൾ ഷി വാസ് വെരി ഹാപ്പി. ഞാൻ ഇന്നലെ ബർത്ത്ഡേക്ക് എന്ത് സമ്മാനമാണ് വേണ്ടത്, ഒരു ലവ് ലെറ്റർ എഴുതി തരട്ടെ എന്ന് ചോദിച്ചപ്പം അത് മതി എന്ന് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അവർക്ക് സന്തോഷം ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാല്യൂ കണ്ടുപിടിച്ചോ? നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന വാല്യൂ എന്താണ്? അതിനുവേണ്ടി എന്ത് ആക്ഷനാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്യണേ.